ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിടി ഇറച്ചി വെക്കുകയായിരിക്കണം. പിടി ഇറച്ചിയും വെച്ച് അധികം ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ അങ്കമാലി സൈഡിലൊന്നും പിടി ഇറച്ചി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ വീട് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴക്കാരൊക്കെ പിടി ഇറച്ചിയൊക്കെ ഒത്തിരി വെക്കുന്ന ഇതിലാണ്. ഞങ്ങളുടെ മിക്ക ഫംഗ്ഷനിലും പിടി ഇറച്ചി ഉണ്ടാവും. അങ്ങനെ അപ്പോ നമുക്ക് ഇത് ഇച്ചിരി പാടുള്ള പണിയാണ്, ഇച്ചിരി സമയം എടുക്കും പിടിയിറച്ചിയും വെക്കാനായിട്ട്. എങ്കിലും നമുക്ക് ഇന്ന് പിടിയിറച്ചിയും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ആദ്യം ഇച്ചിരി തേങ്ങ ചിരണ്ടി എടുക്കണം. ഒരു തേങ്ങ ചിരണ്ടി എടുക്കണം. അപ്പൊ ഞാനത് ഒരു ഫ്രഷ് തേങ്ങയാണ്. ഒന്ന് പൊട്ടിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് തേങ്ങ ചിരണ്ടാം കേട്ടോ. കുറച്ച് തേങ്ങ കേട്ടോ. ഓക്കെ, നല്ല തേങ്ങയാണ്. ഇനി നമുക്ക് ചിരണ്ടി എടുക്കാം കേട്ടോ. തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കാം. നാട്ടിൽ നിന്ന് വന്നൊരു പുതിയ മെഷീനാണ്. ഐ തിങ്ക് എല്ലാരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ തേങ്ങ ചിരണ്ടി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ടോപ്പിലൊരു സ്വിച്ച് കൂടെ ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്തിട്ട് തേങ്ങ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നോക്കാം. അടിപൊളിയായിട്ട് തേങ്ങ ഉണ്ടാക്കുന്നുണ്ടോ? വളരെ ഈസിയാണ്. തേങ്ങ മുഴുവൻ ചിരണ്ടി കഴിഞ്ഞു. നന്നായിട്ട് ആ ഒരു തേങ്ങ മുഴുവൻ ചിരണ്ടി കഴിഞ്ഞു. നമ്മുടെ ചിരണ്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അഴിച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് അഴിച്ച് നമുക്ക് സെപ്പറേറ്റ് വാഷ് ചെയ്യാം. ഈ മെഷീൻ വെച്ച് തന്നെ നമുക്ക് ജ്യൂസ് കുടിക്കാവുന്നതാണ് കേട്ടോ. ഇത് പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ നമുക്ക് ഇത്തിരി ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിൽ തിളപ്പിക്കാം. അതാണ് അടുത്ത പ്രോസസ്സ്. നമ്മള് ആദ്യം എടുത്ത് വെളുത്തുള്ളി ജീരകവും നന്നായിട്ട് മിക്സിയിൽ അരച്ച മിശ്രിതമാണിത്. നമ്മള് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുട്ടുപൊടിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വറുത്ത പുട്ടുപൊടിയാണ്. അത് ചെരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് മുഴുവൻ ഇടണ്ട. ഇപ്പൊ ഈ അരച്ചു വെച്ചതിന്റെ പകുതി നമുക്ക് ഇത് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. അപ്പോഴാണ് ഇതിന്റെ എല്ലാം ഇതിലേക്ക് ആവുള്ളൂ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന 5 മിനിറ്റ്സ് വെച്ചിരുന്ന മിക്സർ എല്ലാം കൂടെ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോഴതിന്റെ ആ ടേസ്റ്റ് വരുള്ളൂ. പിടിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്നാലും നമ്മൾ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോഴാണ് ആ തേങ്ങയൊക്കെ ഒന്ന് മാറി ആ പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് പിടിക്ക് നല്ല ടേസ്റ്റ് വരിക. നന്നായിട്ട് വെള്ളം തിളച്ചു. ഈ തിളച്ച വെള്ളത്തിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മള് ഈ പൊടിയിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മള് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈകൊണ്ട് ഇളക്കാൻ ഭയങ്കര പാടാണ്, പൊള്ളിപ്പോവും. അതുകൊണ്ട് നമ്മള് പതുക്കെ ഇത് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് മിശ്രിതമായതിനു ശേഷം നമുക്ക് പിടി ഉറ്റി കൊടുക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മുടെ പിടിയുടെ മിശ്രിതം എല്ലാം നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് പൊടി ഇടുക. കാരണം നമ്മള് അല്ലെങ്കിൽ ഉണ്ട എല്ലാം കൂടെ അങ്ങോട്ടും കൂടെ തട്ടി ഒറ്റ കട്ടയായി പോകും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പൊടി ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എടുത്ത് പിടി ഉരുട്ടാൻ തുടങ്ങാം. ഇത് ഇങ്ങനെയാണ് പിടി ഉരുട്ടുക. ഇച്ചിരി പണിയുള്ള ഇത്തിരി സമയം എടുക്കും കേട്ടോ പിടി ഉരുട്ടി ഉണ്ടാക്കി കഴിക്കാനായിട്ട്. പക്ഷെ കഴിക്കാൻ നല്ല സുഖമാണ്. ബേബിച്ചേട്ടനെ ഇന്ന് ഓഫായാലും ബേബിച്ചേട്ടനെയും കൂട്ടി ഇരുത്തേക്കാണ് പിടി കുഴയ്ക്കാനായിട്ട് ഉരുട്ടാനായിട്ട്. എങ്ങനെയുണ്ട്? എളുപ്പമുള്ള പണിയാണോ? ഓക്കെ, ഇങ്ങനെ പിടി ഉരുട്ടിയിടാം. പക്ഷെ ഇത് ഒത്തിരി വലിപ്പമുള്ള ഇതിന്റെ പകുതി മതി കേട്ടോ. അല്ലെങ്കിൽ പല വേവായി പോകും. നമുക്ക് ഇതിന്റെ പകുതി ഇത് പകുതിയാക്കിയിട്. മൂവാറ്റുപുഴക്കാരുടെ ഏറ്റവും നല്ല പിടി കോഴിയിറച്ചി അതിന്റെ പിടിയുടെ ഉണ്ട ശരിയാക്കി കഴിഞ്ഞു. ഒക്കെ വളരെ ചെറിയ നൈസായിട്ട് നെല്ലിക്കയുടെ വലുപ്പത്തില് ഉണ്ടകളൊക്കെ ഒന്നിനോട് മുട്ടാതെ അല്ലേ? അതെ, നല്ല രീതിയിലാക്കി. ഇനി അത് തിന്നാനുള്ള പരിപാടി അടുത്തത്. ഇനി നമുക്ക്
എടുത്ത് നമുക്ക് കുക്കിങ്ങില് ചെയ്യാം. അടുത്ത പ്രോസസ്സ് ഇത് കുക്ക് ചെയ്യാന്നുള്ളത്. ജീരകവും വേപ്പിലയും ഇട്ടിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി ഇത് ഇടുന്നതിന് പ്രത്യേകത ഉണ്ട്. ഒന്നിച്ചിടരുത്. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കൂട്ടിമുട്ടി ഒറ്റക്കട്ടയായി പോകും. അതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് പല സ്ഥലത്തായിട്ട് ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കാം. ഇടുമ്പോ തന്നെ നമ്മൾ ഇളക്കുകയും ചെയ്യരുത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാവുള്ളൂ. ഇപ്പൊ ഇളക്കരുത് കേട്ടോ. അങ്ങനെ ഇത് മുഴുവൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ പിടിയും കോഴിയിറച്ചിയും നല്ല പാല് പിഴിഞ്ഞ കോഴിയിറച്ചിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം. ഇത് ഇച്ചിരി പാടുള്ള പണി ആയതുകൊണ്ട് ഈയിടെ ആരും ഇതങ്ങനെ ഉണ്ടാക്കാറില്ല. ഇത് പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയില്ല. ഇത് പാഴ്സലായിട്ട് വാങ്ങാനും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ട് ട്രൈ ചെയ്ത് പറയുക എങ്ങനെയാണെന്ന്. നമ്മുടെ പിടിയും കോഴിയിറച്ചിയും ഞാൻ കഴിച്ചു നോക്കുക. എന്നിട്ട് ഉണ്ട് നന്നായിട്ടുണ്ടോ? എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ പ്രേക്ഷകരോട്? അഭിപ്രായം പറയാൻ വാറ്റുപുഴ ഭാഗത്തുനിന്ന് പെട്ടെന്നാണെങ്കിൽ കോട്ടയം വരെ പിടിയറിച്ചില്ല. പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും പിടിയിറച്ചിയും മറ്റൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരെ ബൈ.